ഹായ്. നരിവേട്ട. ഫസ്റ്റ് ഓഫ് ഓൾ അന്യായ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ക്ലൈമാക്സ് ആണ് ഇതിൻ്റെ. ഒരു ബാറ്റിൽ എന്നൊക്കെ പറയില്ല, വാർ ആണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതിന്റെ സംവിധായകൻ. ഇനി 2001 വയനാട് ജില്ലയിലെ മുത്തങ്ങ എന്ന് പറയുന്ന സ്ഥലത്ത് ആദിവാസികളായിട്ടുള്ള ജനങ്ങൾക്ക് സ്ഥലം കൊടുക്കാം എന്ന് പറഞ്ഞ് സർക്കാർ ഒരു പേപ്പറിൽ എഴുതി ഒപ്പിട്ട് പോയതിനു ശേഷം അത് നൽകാതിരിക്കുകയും അല്ലെങ്കിൽ അത് നൽകുന്നതിൽ കാലതാമസം സംഭവിക്കുകയും ചെയ്തപ്പോൾ നിവൃത്തിയില്ലാതെ അന്നത്തെ ആദിവാസികളെല്ലാവരും ഒരുമിച്ച് സർക്കാരിനെതിരെ ഒരു സമരം പ്രഖ്യാപിക്കുകയും സമരം കൊണ്ടുപോവുകയും ചെയ്തു. ഏകദേശം 40 ദിവസം, മേ ബി 50 days, അത് കറക്റ്റ് എത്രയെന്ന് അറിയില്ല. 39 ദിവസം കണക്കൊക്കെ സിനിമയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അത്രയും ദിവസം നീണ്ടു നിന്ന ഭക്ഷണമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വരെ കഷ്ടപ്പെട്ട് അവര് പിടിച്ചു നിന്ന അവരുടെ വിൽ പവറിന്റെ പേരാണ് ഈ നരിവേട്ട എന്ന് പറയുന്നത്. സത്യത്തിൽ അങ്ങനെ ആ ഒരു സംഭവത്തെ ആസ്പദമാക്കി വന്ന സിനിമ എന്ന രീതിയിൽ നോക്കുമ്പോൾ നരിവേട്ട എന്ന് പറയുന്നത് ഏറ്റവും മികച്ച, ദി ബെസ്റ്റ് എന്ന് പറയുന്ന എക്സലന്റ് മൂവി എന്ന് നമുക്ക് പറയേണ്ടി വരും. റിയൽ ഇവന്റ് ആസ്പദമാക്കി വന്നത് എന്നുള്ളതുകൊണ്ട് അത്ര ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മാക്സിമം നീതിപൂർവ്വത്തിൽ തന്നെ ഓരോ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പറയുന്നത്. അത് നിയമത്തിന്റെ ഭാഗത്തു നിന്നുള്ളതാണെങ്കിലും സർക്കാരാണെങ്കിലും പോലീസുകാരുടെ കാര്യങ്ങളാണെങ്കിലും അതല്ലാതെ ഇനിയിപ്പോൾ നമ്മൾ ഈ ആദിവാസികളുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ എടുക്കുകയാണെങ്കിലും എസ്പെഷ്യലി നേരത്തെ പറഞ്ഞ പോലത്തെ ക്ലൈമാക്സ് ഭാഗം നോക്കുകയാണെങ്കിലും ഗംഭീര ക്ലൈമാക്സ് ആണ്. അതിലേക്ക് വരാം. ഇനി സിനിമ എന്ന രീതിയിൽ മാത്രം ഈ റിയൽ ഇവന്റ് ആണ്, മറ്റു കാര്യങ്ങളാണ്, മുത്തങ്ങ സംഭവം എന്നൊക്കെ ഉള്ളത് മാറ്റി ഒരു സിനിമ എന്ന രീതിയിൽ മാത്രമാണ് നിങ്ങൾ കാണാൻ പോകുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ അന്യായ ക്ലൈമാക്സ് ഉള്ള, ഗംഭീര ക്ലൈമാക്സ് ഉള്ള, ഇമോഷണലി നമ്മുടെ ഉള്ളിൽ ശരിക്കും നമ്മളെ കരയിപ്പിക്കാൻ പോകുന്നൊരു ക്ലൈമാക്സ് ഉള്ള, ഒരു തിരക്കേടില്ലാത്ത ഫസ്റ്റ് ഹാഫ് ഉള്ള, ഒരു എബോ ആവറേജ് ഫീൽ തരുന്ന, കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൽ വീണ്ടും 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 എടുത്തു പറയാൻ തോന്നുന്നത് ക്ലൈമാക്സിനെ കുറിച്ചാണ്. അത് പറയാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അടിപൊളി ക്ലൈമാക്സ്. ഒരു 10-15 മിനിറ്റോളം സംഭവം ഉണ്ട്. അവിടെ നടക്കുന്ന, അതായത് നടന്നുള്ള വെടിവെപ്പും കാര്യങ്ങളും നിങ്ങൾക്കറിയാം. മുത്തങ്ങ സംഭവത്തിനെ കുറിച്ച് അറിയാം, നിങ്ങൾക്കറിയാം. ആദിവാസികൾക്കെതിരെ വെടിയുതിർക്കാണ് പോലീസ് ചെയ്യുന്നത്. എന്നിട്ട് ആ സമയത്തുള്ള ഒരു ബുള്ളറ്റ് വരുന്നതാണെങ്കിലും ആ സമയത്തുള്ള ജെയ്ക്സ് ബിജോ, എൻ്റെ പൊന്ന് മോനെ, എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് അഭിനയത്തിനും മറ്റുള്ള സംഭവങ്ങൾക്കും ഫ്രെയിമിങ്സിനും ഡയറക്ഷനും ഒക്കെ മുകളിൽ ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള പാർട്ട് ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക് ആണ്. എന്നെ സംബന്ധിച്ച്, അറ്റ്ലീസ്റ്റ് ഫോർ മീ, ഇതിന്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് വരുന്ന ചില സാധനങ്ങളുണ്ട്. പറഞ്ഞ പോലെ ഈ ഒരു ബാറ്റിൽ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വെപ്പ് കാണിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ ചില സാധനങ്ങൾ കൊടുത്തിട്ടേ നമുക്ക് ഭയങ്കര ഇമോഷണലി നമ്മളങ്ങോട്ട് തകർന്നു പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ഹാഫിലേക്ക് വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തിരക്കേടില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. ഇവിടെ ഈ ഒരു പോലീസ് കഥാപാത്രം, അല്ലെങ്കിൽ ടൊവിനോ ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രം എന്ന് പറയുന്നത് പ്രതീകാത്മകമായി കൊടുത്തിട്ടില്ല, പല ആളുകളുടെയും പ്രതീകമായി കാണിച്ചിട്ടുള്ള കഥാപാത്രമാണ്. അത് റിയൽ ആയിട്ട് നടന്നിട്ടുള്ള ഒരു കഥാപാത്രമല്ല. അപ്പോൾ ഒരു ഫിക്ഷണൽ കഥാപാത്രമാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ക്യാരക്ടറിനെ ആ ഒരു ആർക്ക് കാണിക്കാൻ വേണ്ടി തുടക്കത്തിൽ കാണിച്ചിരുന്ന കുറെ കാര്യങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് വലിച്ചിട്ട പോലത്തെ ഒരു ഫീൽ വന്നു. പ്രണയവും കാര്യങ്ങളൊക്കെ കൊടുത്തു പോകുന്നുണ്ട്. അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ ഇത് പറയുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷെ അത് വളരെ രസമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്, നല്ല രസമായിട്ട് നമുക്ക് കണ്ടിരിക്കാം. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഈ ഒരു മുത്തങ്ങ വിഷയത്തിലേക്ക് വരുമ്പോൾ അത് അവിടെ ഇട്ട് പോകുന്നുണ്ട്. ലാസ്റ്റിലേക്ക് ചെറിയൊരു സാധനം മാത്രമേ കൊടുക്കുന്നുള്ളൂ. സോ അത് ജസ്റ്റ് മോശം എന്നല്ല ഞാൻ പറയുന്നത്. മൊത്തം സിനിമയുടെ ഒഴുക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഫസ്റ്റ് ഹാഫ് ചെറിയൊരു തിരക്കേടില്ലാതെ ഇതിൽ പോയൊരു സാധനം എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ബട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ഇതിന്റെ 10 ഇരട്ടി മുകളിൽ നിന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. ഇനി പെർഫോമൻസിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഒക്കെ എനിക്ക് തോന്നിയത് ആര്യ സലീം, അത് തന്നെയാണ് ഫുൾ പേരെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിലെ ഒരു ലേഡി ക്യാരക്ടർ, ബോൾഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള അവരുടെ സംസാരം, വന്നിട്ട് ഇങ്ങനെ കണ്ണിലേക്ക് നോക്കുന്ന ചില സീന്, നടത്തം, അതിലൊക്കെ ഒരു ബോൾഡ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവർ വന്ന് നിൽക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഇരിക്കുമ്പോഴും കരയുമ്പോൾ പോലും ആ ബോൾഡ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അത് വെറുതെ അങ്ങോട്ട് താഴ്ന്ന് ഒരാളുടെ കാല് പിടിച്ച് കരയുന്നതല്ല, അവരുടെ സാഹചര്യം കൊണ്ട് അവർ കരയുന്ന സ്ഥലത്ത് പോലും ഇവർ കൊള്ളാം എന്നുള്ള ഒരു അല്ല, ബോൾഡ് ആണ് എന്നുള്ള ഒരു സാധനം ഭയങ്കരമായിട്ട് സ്ട്രോങ് ഒരു സ്ത്രീ കഥാപാത്രം. അത് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ എനിക്ക് പേരറിയില്ല, ഇതിലൊരു ക്യാരക്ടർ ഉണ്ട് കൂടെ മുടിയൊക്കെ വളർത്തിയിട്ടുള്ള, ഇവരുടെ കൂടെ തന്നെയല്ല ഈ ആദിവാസികളുടെ പ്രധാന കഥാപാത്രങ്ങൾ ഒന്നായിട്ട് കാണിച്ചിട്ടുള്ള ക്യാരക്ടർ, അതും നല്ല ഗംഭീര ക്യാരക്ടറായിരുന്നു. പിന്നെ നമ്മൾ പറയേണ്ടത് നേരെ ടൊവിനോയിലേക്കാണ്. ടൊവിനോ ഏറ്റവും നന്നായി ചെയ്ത് കരയുന്ന രംഗങ്ങളാണ്. എനിക്ക് തോന്നുന്നു ടൊവിനോ ഇത്രയും നന്നായിട്ട് കരയുന്ന സീൻ എനിക്ക് ഭയങ്കരമായിട്ട് വേറൊരു സിനിമയിൽ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ഒരു പക്ഷേ അത് ചെയ്യാത്തതുകൊണ്ടാണെന്ന് പറയുന്നില്ല, ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കാം. ബട്ട് ഇതിൽ നമുക്ക് ശ്രദ്ധിക്കാൻ തോന്നുന്നു എന്നുള്ളതാണ്. നമ്മളെ ക്യാച്ച് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഒരു സ്ഥലത്തൊരു മരിക്കുന്ന സമയത്തുള്ളൊരു സാധനമുണ്ട്, പുഴയിലൊക്കെ വെച്ചിട്ടുള്ള സാധനം. ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അവിടെ ഉള്ളൊരു സീനുണ്ട്, ഈ വെള്ളത്തിലോ വന്നിട്ട് കരയുന്ന
ഒരാളുടെ പേര് വിളിച്ച് എന്തെങ്കിലും പറഞ്ഞ് ചിലപ്പോൾ അത് സ്പോയിലർ ആയി പോകും. സോ അങ്ങനെ കരയുന്ന ഒരു സീനുണ്ട്. ആ സീൻ ഗംഭീരമായിരുന്നു. ആ ഒരു പെടച്ചിലും ആളുടെ കരച്ചിലും വിങ്ങലും കണ്ണ് നിറയണതും എല്ലാം സൂപ്പറായിട്ട് വന്നു. അതിനുശേഷം ഇങ്ങനെ വരുമ്പോൾ ഒരു സ്ഥലത്തുള്ള കരച്ചില് ഇങ്ങനെ വിതുമ്പി കരയുന്നുണ്ട്, പക്ഷെ കണ്ണ് അറിയുന്നൊന്നുമില്ല. ജസ്റ്റ് അഭിനയിച്ചത് മാത്രമായി പോയി. കണ്ണൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ